നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നാസിക് ജില്ലയിലെ മാലേഗാവിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പ്രതി ചേർക്കപ്പെട്ട 7 പേരെയും തെളിവില്ലെന്ന് കണ്ട് NIA കോടതി വെറുതെ വിട്ടു. 2008 സെപ്റ്റംബർ 29-നായിരുന്നു സ്ഫോടനം. UPS സർക്കാരിന്റെ ആദ്യകാല ഭരണത്തിൽ സംഭവിച്ച ഈ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്ഫോടനത്തിന് പിന്നിൽ BJP MP ആയിരുന്ന പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, കേണൽ പ്രസാദ് പുരോഹിത് തുടങ്ങി സംഘപരിവാർ സംഘടനകളുടെ നേതാക്കളുണ്ടെന്ന ആരോപണം പരസ്യമായി അന്നത്തെ ആഭ്യന്തരമന്ത്രി P. ചിദംബരം ഉയർത്തിയിരുന്നു. തുടർന്ന് കാവി ഭീകരത എന്ന പുതിയ വാക്കും പ്രയോഗവും ഉണ്ടാക്കി നടത്തിയ പ്രചരണത്തിനൊടുവിൽ കേസ് NIAക്ക് വിടുകയായിരുന്നു. വിധി പറഞ്ഞ കോടതി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1/2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം കൊടുക്കാനും വിധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഏറെ നിർണായകമായൊരു സ്ഫോടന കേസിൽ യഥാർത്ഥ പ്രതികളെ രക്ഷിച്ച ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ ചിലർക്കെതിരെ എടുത്ത കള്ളക്കേസാണ് ഈ കോടതി വിധിയോടെ തുറന്നുകാട്ടപ്പെട്ടിരിക്കുന്നത്. കോടതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഭഗവ വിജയിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ വിധി എനിക്ക് സമാധാനം നൽകി. എന്റെ വേദനയും കഷ്ടപ്പാടും നിങ്ങൾ മനസ്സിലാക്കി. ഇത് വെറും വ്യക്തിപരമായ വിജയമല്ല, പ്രതീകാത്മക വിജയമാണെന്നും അവർ വിശേഷിപ്പിച്ചു. കുറ്റവിമുക്തനാക്കി വിധിന്യായത്തിന് ശേഷം കേണൽ പുരോഹിത് കോടതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ കേസിൽ എന്നെ കുറ്റക്കാരനാക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത അതേ ബോധ്യത്തോടെ എന്റെ രാജ്യത്തെയും എന്റെ സംഘടനയും സേവിക്കാൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. മാലേഗാവ് കേസിൽ തെളിവ് നശിപ്പിക്കുകയോ കൃത്രിമമായി ഉണ്ടാക്കുകയോ ചെയ്തുവെന്ന് സ്ഥാപിക്കുന്ന നിരീക്ഷണങ്ങൾ കോടതിയിൽ നിന്നുണ്ടായി. ഇതോടെ പൊളിഞ്ഞത് കോൺഗ്രസ് ഭരിച്ചിരുന്ന മഹാരാഷ്ട്ര സർക്കാരിന്റെ ATSനെ കൊണ്ട് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് UPA നേതാക്കളായ സോണിയാഗാന്ധി, ചിദംബരം, ലാലു പ്രസാദ് യാദവ് എന്നിവർ നടത്തിയ വൻ ഗൂഢാലോചനയാണ്. മാലേഗാവ് ബോംബ് സ്ഫോടന കേസിൽ BJP MP സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ പ്രതി ചേർത്തത് ഏറെ ആസൂത്രിതമായിരുന്നു. BJPയുടെ ഫയർ ബ്രാൻഡ് MP ആയ പ്രജ്ഞ പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസിന്റെ അന്നത്തെ അധ്യക്ഷ സോണിയയുടെ കടുത്ത വിമർശകയായിരുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി കാവി ഭീകരതയുടെ കഥ കെട്ടിച്ചമച്ച കോൺഗ്രസ് തന്റെ ജീവിതത്തിലെ 17 വർഷങ്ങൾ പാഴാക്കി. ഈ സമയത്ത് താൻ അനുഭവിച്ച യാതനകളെക്കുറിച്ച് സാധ്വി പ്രജ്ഞ പറഞ്ഞതിങ്ങനെ: രാവെന്നോ പകലെന്നോ ഇല്ലാതെയാണ് പോലീസ് കസ്റ്റഡിയിൽ ഞാൻ മർദ്ദനത്തിനിരയായത്. ബെൽറ്റ് ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചു. അടിയേറ്റെന്റെ ശ്വാസകോശം തകർന്നു. ഞാൻ ബോധം കെട്ടു വീണു. പിന്നീട് എന്നെ 5 ദിവസത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബോധം വീണ്ടെടുത്തപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് കാവി വസ്ത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടതായി ഞാൻ കണ്ടു. പകരം എന്നെ മറ്റൊരു വസ്ത്രം ധരിപ്പിച്ചു. വെന്റിലേറ്ററിലും ഓക്സിജനിലും കിടന്ന് സുഖം പ്രാപിച്ച ഉടനെ പോലീസുകാർ എന്നെ വീണ്ടും പീഡിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ചില പുരുഷ തടവുകാരോടൊപ്പം നിർത്തുകയും അശ്ലീലവും വൃത്തികെട്ടതുമായ ഓഡിയോ പ്ലേ ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഒരു തടവുകാരി പോലീസുകാരനോട് താനൊരു സാധ്വിയാണെന്നും അശ്ലീല ഓഡിയോ കേൾക്കാൻ അവരെ നിർബന്ധിക്കരുതെന്നും പറഞ്ഞതിന് പോലീസുകാരൻ ആ തടവുകാരിയെ നിഷ്കരുണം മർദ്ദിച്ചു. കോൺഗ്രസിന് കാവിയോട് വെറുപ്പായിരുന്നു. അവരുടെ കണ്ണുകൾ കൊണ്ടുപോലും കാവി കാണാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അന്ന് തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ശേഷിക്കെ BJPയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് അജണ്ടയായേക്കാവുന്ന ഭീകരപ്രവർത്തന വിഷയം കൊണ്ട് BJPയെ ചെറുക്കാനുള്ള പദ്ധതിയാക്കി മാലേഗാവ് സ്ഫോടനത്തെ മാറ്റുകയായിരുന്നു. ഇസ്ലാമിക പാകിസ്ഥാനി ഭീകരത എന്നതിന് പകരം കാവി ഭീകരത എന്ന പ്രയോഗവും ഉണ്ടാക്കി അതിന്റെ പ്രചാരണം നടത്തി. RSS നേതൃത്വത്തിലുള്ളവരെ പോലും നേരിട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ ലക്ഷ്യമിട്ട് കേസ് NIAക്ക് കൈമാറുകയായിരുന്നു. ATS ആണ് സാധ്വി പ്രജ്ഞാ സിംഗിന്റേതാണ് ബൈക്കെന്നും മേജർ പ്രസാദ് പുരോഹിത് കാശ്മീരിൽ നിന്ന് RDX കൊണ്ടുവന്നുവെന്നും പ്രചരിപ്പിച്ചത്. ATS അന്വേഷണ തലവൻ ഹേമന്ത് കർക്കറെ ആയിരുന്നു സാധ്വി പ്രജ്ഞയും പുരോഹിത്തിനെയും അറസ്റ്റ് ചെയ്തത്. ആര്യാവർത്ത്, അഭിനവ് ഭാരത് തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനം, അവയ്ക്ക് RSSുമായി ബന്ധമുണ്ട് തുടങ്ങിയ വിഷയങ്ങളിൽ ഇല്ലാ കഥകൾ കേസിലും വാർത്തകളും ATS പ്രചരിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹായിച്ചു. 2011-ലാണ് കേസ് NIA ഏറ്റെടുത്തത്. ATS ഉണ്ടാക്കിയ തെളിവുകളും നശിപ്പിച്ച രേഖകളുമെല്ലാം വിലയിരുത്തിയ NIA കേസ് വ്യാജമാണെന്നും അന്വേഷണം ശരിയായ വഴിക്കല്ലെന്നും തിരിച്ചറിഞ്ഞു. അന്വേഷണം ഗതിമുട്ടിയപ്പോൾ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. 2016-ൽ NIA കൊടുത്ത 2ാം കുറ്റപത്രത്തിൽ RDX പുരോഹിത് ബന്ധം ഒക്കെ ATSന്റെ സൃഷ്ടിയാണെന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. എന്നിട്ടും ആ ചാർജ് ഷീറ്റ് തള്ളി പുരോഹിതിനെയും മറ്റ് 6 പേരെയും പ്രതിയാക്കി NIA സ്പെഷ്യൽ കോടതി 2017 ഡിസംബർ 27-ന് 7 പേർ കുറ്റക്കാരാണെന്ന് വിധിച്ച് വിചാരണ നടത്തി. 2018 ഒക്ടോബറിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും ഭീകരപ്രവർത്തനവും കുറ്റങ്ങൾ ചുമത്തുകയായിരുന്നു. ആ കേസിലാണിപ്പോൾ തെളിവുകൾ ഇല്ലെന്ന് കണ്ട് NIA പ്രത്യേക കോടതി ജഡ്ജ് AK ലഹോട്ടി ഇപ്പോൾ വിട്ടത്. വിധിക്ക് ശേഷം കേണൽ പുരോഹിതിനെ കുറിച്ച് വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. പ്രേം ശൈലേഷ് എന്ന പ്രൊഫൈലിൽ വന്ന പോസ്റ്റിൽ പറയുന്നത്, കാവി ഭീകരത എന്ന പദപ്രയോഗം മാലേഗാവിന് ശേഷമാണ് പൊങ്ങി വന്നത്. ഇന്നും മാലേഗാവ് ചൂണ്ടിക്കാണിച്ചാണ് ഹിന്ദു ഭീകരവാദം എന്ന ഇല്ലാത്ത ഒന്നിനെ അവർ ഉയർത്തി കാണിക്കുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ:
പുരോഹിത് വളരെ ഗൗരവമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഇന്ത്യയുടെ മികച്ച ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു. 2007 കേണൽ പുരോഹിത് മഹാരാഷ്ട്ര കേന്ദ്രമാക്കി നടന്നുവന്ന ഫേക്ക് കറൻസി റാക്കറ്റിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിൽ അദ്ദേഹം അതിന്റെ സൂത്രധാരനായി ചൂണ്ടിക്കാണിച്ചത് സമാജ്വാദി പാർട്ടി MLA അബു ആസ്മിയെയാണ്. ഇതിലുൾപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിലെ പ്രമുഖ വ്യക്തികൾ, പോലീസുകാർ തുടങ്ങി സകലരെയും അദ്ദേഹം ക്രാക്ക് ചെയ്തിരുന്നു. മാത്രമല്ല, നാസിക്കിലെ നോട്ടടിക്കുന്ന സെക്യൂരിറ്റി പ്രസിൽ നിന്ന് മഷിയും കെമിക്കലും കണ്ടെത്തിയതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു. പലരുടെയും ചീട്ട് കീറുന്നു എന്ന് കണ്ടാകാം ഒടുവിൽ അദ്ദേഹത്തെ ഇല്ലാത്ത ഹിന്ദു ഭീകരതയുടെ പേരിൽ കുടുക്കിയത്. സ്ഫോടനത്തിന് വേണ്ടി വന്ന ഉപകരണങ്ങളും ഫണ്ടും സംഘടിപ്പിച്ച അതിന്റെ സൂത്രധാരനായി മാറി എന്നതാണ് കേണൽ പുരോഹിതിനെതിരെ ചാർത്തിയ കുറ്റം. കാശ്മീരിൽ പോസ്റ്റ് ചെയ്ത സമയം അവിടെ നിന്ന് സ്ഫോടന ഉപകരണങ്ങൾ കൊണ്ടുവന്നു എന്നാണ് ATS കണ്ടെത്തിയത്. അതേ മിലിറ്ററി രേഖകൾ ഉപയോഗിച്ച് ഇന്റലിജൻസ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഫോടന വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിച്ചതാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വഴിത്തിരിവായത്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാൻ അത് വലിയ പങ്ക് വഹിച്ചു. മാത്രമല്ല, പുരോഹിതിനെതിരെ മൊഴി നൽകാൻ പല ആർമി ഉദ്യോഗസ്ഥരെയും അന്ന് സമ്മർദ്ദം ചെലുത്തിയതായി പലരും സംബന്ധിച്ചിട്ടുണ്ട്. കാവി ഭീകരത എന്ന പദപ്രയോഗം മാലേഗാവിന് ശേഷമാണ് പൊങ്ങി വന്നത്. അങ്ങനെ തന്നെ പൊങ്ങി വരണമെന്ന് പലർക്കും നിർബന്ധമുണ്ടായിരുന്ന പോലെയായിരുന്നു അത്. ഇന്നും മാലേഗാവ് ചൂണ്ടിക്കാണിച്ചാണ് ഹിന്ദു ഭീകരവാദം എന്ന ഇല്ലാത്ത ഒന്നിനെ അവർ ഉയർത്തി കാണിക്കുന്നത്. സിമിയെ, സാക്കിർ നായിക്കിനെ ഒക്കെ പൂട്ടുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു പുരോഹിത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത വേളയിൽ ഇതെല്ലാം എങ്ങനെ കണ്ടെത്തിയെന്നും അതിന്റെ സോഴ്സ് വെളിപ്പെടുത്തണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, കടുത്ത പീഡനങ്ങൾക്കൊടുവിലും ചെറുത്തു നിൽക്കുകയും ചെയ്തു. എല്ലാത്തിനും ഉപരിയായി കേണൽ പുരോഹിതിനോട് മാലേഗാവുമായി ബന്ധപ്പെട്ട് BJP, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളുടെ പേര് പറയാൻ നിർബന്ധിച്ചു എന്നതാണ് അത്ഭുതം. അതിൽ പ്രധാനമാണ് യോഗി ആദിത്യനാഥിന്റെ പേര് കേസുമായി ബന്ധപ്പെടുത്തി പറയാൻ സമ്മർദ്ദം ചെലുത്തിയത്. കാവി ഭീകരത എന്നൊക്കെ സ്ഥാപിച്ച് ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടാനുണ്ടായിരുന്നു എന്ന് ചുരുക്കം. നീണ്ട 17 വർഷങ്ങളുടെ അപമാനവും നഷ്ടവും സഹിച്ച് പുരോഹിത് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ദിവസം കാത്തിരുന്നു. ഇന്നാണ് നീതിയുടെ സൂര്യൻ അദ്ദേഹത്തിന്റെ മുകളിൽ പ്രകാശം പരത്തി ഉയർന്നിച്ചുയർന്നത്. കാവി ഭീകരത, ഹിന്ദു ഭീകരവാദം എന്നിങ്ങനെ ഉണ്ടയില്ല വെടിക്ക് ഒരു ആണി കൂടി കൂടുതൽ കയറി എന്നത് മാത്രമല്ല ഇത് തെളിയിക്കുന്നത്. ഇന്നലെ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ വരികൾ കൂടിയാണ് പുരോഹിത്തിന്റെ നിരപരാധിത്വം വഴി അടിവരയിട്ട് തെളിയുന്നത്. ഒരു ഹിന്ദുവിന് ഒരിക്കലും ഭീകരവാദിയാകാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.